നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം ദീപികയാണ്. ദീപികയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള വാർത്ത, വീണ്ടും കാട്ടാന ജീവനെടുത്തു. ഇന്നലെ ആദിവാസി ദമ്പതികൾ ആറളത്ത് രാത്രി വൈകിയും പ്രതിഷേധം എന്നുള്ളതാണ് വാർത്തയുടെ തലക്കെട്ട്. ആറളം ഫാം ആദിവാസി പുനരധിവാസ മേഖലയിൽ കശുവണ്ടി ശേഖരിക്കാൻ പോയ ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്നു. അമ്പലക്കണ്ടി നഗറിൽ നിന്ന് എത്തി മേഖലയിൽ ഭൂമി കിട്ടി 1542 പ്ലോട്ടിൽ താമസിക്കുന്ന വെള്ളി 80 വയസ്സ്, ഭാര്യ ലീല 75 വയസ്സ് എന്നിവരെയാണ് കാട്ടാൻ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. രണ്ടുപേരുടെയും ചിത്രം നൽകിയിട്ടുണ്ട്. അതിന് വലതുഭാഗത്തായി മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്ന വാർത്തയുണ്ട്. ഇടതുഭാഗത്തായി മലബാർ ക്യാൻസർ സെന്ററിന്റെ ചികിത്സാ ഫണ്ട് വെട്ടി എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത. അതായത് ക്യാൻസർ രോഗനിർണയത്തിനായി ആരോഗ്യ ആനന്ദം അകറ്റാം അർബുദം പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനിടെ വടക്കൻ കേരളത്തിലെ ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ മലബാർ ക്യാൻസർ സെന്ററിനുള്ള ഫണ്ട് വെട്ടി സർക്കാർ. രോഗനിർണയ പദ്ധതി വഴി 16,644 പേർ ക്യാൻസർ സംശയിച്ച് തുടർ പരിശോധനയ്ക്കായി റഫർ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് മലബാർ ക്യാൻസർ സെന്ററിന് ബജറ്റിൽ വകയിരുത്തിയ തുകയിൽ പകുതി വെട്ടിക്കുറച്ച് ആരോഗ്യവകുപ്പ് വിചിത്രമായ ഉത്തരവിറക്കിയത്. അതിൻ്റെ തൊട്ടു താഴെയായി ശശി തരൂരിൻ്റെ അഭിമുഖം ചർച്ചയാകുന്നു. എൻ്റെ മുന്നിൽ മറ്റു വഴികളുണ്ട് എന്നുള്ളതാണ് വാർത്തയുടെ തലക്കെട്ട്. അതിൽ ഉള്ളടക്കം, നിലപാട് കടുപ്പിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി ശശി തരൂർ എം പി. പാർട്ടിക്ക് തൻ്റെ സേവനം വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴിയുണ്ടെന്ന പരാമർശം അടങ്ങിയ ഇംഗ്ലീഷ് മാധ്യമത്തിലെ അഭിമുഖം ഏറെ ചർച്ചാ വിഷയമാകുന്നു. തിരുവനന്തപുരത്തു നിന്നുള്ള ലോക്സഭാംഗം കൂടിയായ ശശി തരൂർ ആവശ്യമെങ്കിൽ കോൺഗ്രസ് പാർട്ടി വിടാനും തയ്യാറാണെന്ന സന്ദേശം ഇതുവഴി നൽകിയെന്ന വിലയിരുത്തലുകളുണ്ടായി. തരൂരിൻ്റെ വിവാദ പ്രസ്താവനകളെ നേരത്തെ ഒരു ഘട്ടത്തിൽ പോലും തള്ളിപ്പറയാതിരുന്ന KPCC പ്രസിഡന്റ് കെ സുധാകരൻ അടക്കമുള്ള സംസ്ഥാന നേതൃത്വം ഇതോടെ വെട്ടിലായി. കേരളത്തിലെ പാർട്ടിക്ക് നേതൃപ്രതിസന്ധി ഉണ്ടെന്നും കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നും ശശി തരൂർ അഭിമുഖത്തിൽ തുറന്നടിച്ചു. മാവേലിനാട് എന്ന കാർട്ടൂൺ പരമ്പരയിൽ രാജു നായർ തയ്യാറാക്കിയ കാർട്ടൂണിൽ കേരളത്തിൽ ലോകശ്രദ്ധ ആകർഷിക്കുന്ന അന്തരീക്ഷം. TP രാമകൃഷ്ണൻ. എന്നാൽ നിക്ഷേപവുമായി വരുന്നവർ ചുവപ്പ് പരവതാനിക്ക് പകരം കൊടി കാണുമ്പോൾ ഇവിടം വിട്ടു പോകുന്നു എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ, കാട്ടാന ചവിട്ടിക്കുന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു മാധ്യമം. വീണ്ടും കാട്ടാനക്കലി. ആറളത്ത് ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടി അരച്ചു. കൊല്ലപ്പെട്ടത് അമ്പലക്കണ്ടി കോളനിയിലെ വെള്ളിയും ലീലയും. അതിന് തൊട്ടു താഴെയായി കോൺഗ്രസിന് വേണ്ടെങ്കിൽ മറ്റു വഴികളുണ്ടെന്ന് വെല്ലുവിളിച്ച് തരൂർ തുറന്ന പോര് എന്ന തലക്കെട്ടോടുകൂടി ശശി തരൂരുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരിക്കുന്നു മാധ്യമം. ആ വാർത്തയുടെ വലതുഭാഗത്തായി VR രാഗേഷിന് ലളിതകലാ അക്കാദമി പുരസ്കാരം എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയ തലത്തിലുള്ള വാർത്തയായി അതിഷി ഡൽഹി പ്രതിപക്ഷ നേതാവാകുമെന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. AICC സമ്മേളനം അഹമ്മദാബാദിൽ നടത്തുമെന്ന വാർത്തയ്ക്ക് ഇടതുഭാഗത്ത് ചെറിയ പ്രാധാന്യം നൽകുന്നുണ്ട്. വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരമരണം എന്ന വാർത്ത. സ്വപ്ന എന്ന സ്ത്രീയാണ് മരണപ്പെട്ടത്. 38 വയസ്സാണ്. ഞായറാഴ്ചയാണ് മരിച്ചത് എന്ന വാർത്ത വിശദമായി ചെറുപ്രാധാന്യത്തോടെ ആദ്യ പേജിൻ്റെ വലതുഭാഗത്തായി നൽകുന്നുണ്ട്. റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് അട്ടിമറി ശ്രമമെന്ന് പോലീസ്. പ്രതികളെ NIA റെയിൽവേ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാതയിൽ കുണ്ടറ നെടുമ്പായംകുളം ഭാഗത്ത് റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവത്തിൽ അട്ടിമറി ശ്രമത്തിന് കുണ്ടറ പോലീസ് കേസെടുത്തു. റെയിൽവേ ട്രാക്കിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ച കേസിലെ പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചപ്പോഴുള്ള ചിത്രവും അതിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ആ വാർത്തയുടെ ഇടതുഭാഗത്തായി മുണ്ടക്കൈ പുനരധിവാസം, ഭൂരിഭാഗം കുടുംബങ്ങളും പട്ടികയ്ക്ക് പുറത്ത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. രണ്ടാം ഘട്ട പട്ടികയിൽ 81 കുടുംബം മാത്രം. 1023 കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടും പട്ടികയിൽ ആകെ ഇടം നേടിയത് 323 പേർ മാത്രം. മുണ്ടക്കൈ ചൂൽമല ഉരുൾ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുവാനുള്ള രണ്ടാം ഗുണഭോക്തൃ പട്ടികയിൽ ഇടം നേടിയത് 81 കുടുംബം. ഇതോടെ 323 കുടുംബം പട്ടികയിൽ ഉൾപ്പെട്ടപ്പോൾ ഇനിയും നിരവധി പേർ പുറത്താണ്. വാസയോഗ്യമല്ലെന്ന് ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം കണ്ടെത്തിയ നോ ഗോ സോൺ മേഖലയുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച പുലർച്ചെ മാനന്തവാടി സബ് കളക്ടറാണ് രണ്ടാം ഘട്ട കരട് പുറത്തിറക്കിയത്. നിർമ്മിത ബുദ്ധൻ എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഇന്ന് കോൺഗ്രസിന് തന്നെ വേണ്ടെങ്കിൽ മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് തരൂർ. ക്ലിഫ് ഹൗസിലേക്കുള്ള വഴിയിൽ ബ്ലോക്കാണ് സാർ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ, ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കുന്നു എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് കേരള കൗമുദി. അതിന് വലതു ഭാഗത്തായി വീര്യം കൂട്ടി തരൂർ, മറ്റു വഴികളുണ്ടെന്നും മുന്നറിയിപ്പ്, മൗനം പാലിച്ച് ദേശീയ നേതൃത്വം എന്നുള്ളതാണ് വാർത്തയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയായി കേരള കൗമുദി നൽകിയിട്ടുള്ളത്. അതിന് തൊട്ടു താഴെയായി VS രാജേഷിനും TK സുജിത്തിനും സംസ്ഥാന മാധ്യമ പുരസ്കാരം എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ VS രാജേഷിനും കാർട്ടൂണിസ്റ്റ് TK സുജിത്തിനും വീണ്ടും സംസ്ഥാന മാധ്യമ പുരസ്കാരം എന്നുള്ള വാർത്തയാണ് വലിയ പ്രാധാന്യത്തോടെ കേരള കൗമുദി ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത്. രണ്ടുപേരുടെയും ചിത്രവും അതിനൊപ്പം നൽകിയിട്ടുണ്ട്. മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്ന വാർത്തയ്ക്ക് വലതുഭാഗത്ത് ചെറിയ പ്രാധാന്യം നൽകുന്നുണ്ട് കേരള കൗമുദി. ഇടതുഭാഗത്തായി മോദിയുടെ മൻ കി ബാത്തിൽ സ്വാമി അയ്യപ്പനും പുലിക്കളിയും എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതായത്
പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ ശബരിമല സ്വാമി അയ്യപ്പനും തൃശ്ശൂരിലെ പുലികളെയും പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ച് 3 ലോക വന്യജീവി ദിനത്തിൽ വന്യജീവി സംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിനിടെയാണ് പരാമർശം. ദുരന്തബാധിതർ ചൂരൽമലയിൽ കുടിൽ കെട്ടി കഞ്ഞിവെച്ചു എന്നുള്ള വാർത്ത ഉൾപേജിലായി വിശദമായി നൽകിയിട്ടുണ്ട്. തലക്കെട്ട് മാത്രമാണ് ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത്. വിരാട് സെഞ്ചുറി, പാകിസ്ഥാനെ പറപ്പിച്ച് ഇന്ത്യ എന്ന തലക്കെട്ടോടുകൂടി വിരാട് കോഹ്ലിയുടെ ചിത്രം നൽകി ചെറിയൊരു വാർത്ത ആദ്യ പേജിൽ നൽകുന്നു. അതിന് തൊട്ടു താഴെയായി തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ തരൂരിനെ പാർട്ടിക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് 4 തവണ MP ആക്കിയതും കേന്ദ്രമന്ത്രിയാക്കിയതുമെന്ന് ചെന്നിത്തല. ആവശ്യം കഴിഞ്ഞാൽ പാർട്ടിയെ ശരിയാക്കരുത് എന്നുള്ളതാണ് കാർട്ടൂണിന്റെ തലക്കെട്ട്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് രൂക്ഷ വിമർശനവുമായി ശശി തരൂരിന്റെ അഭിമുഖം ഇടഞ്ഞു തന്നെ എന്നുള്ളതാണ് വാർത്തയുടെ തലക്കെട്ട്. സംസ്ഥാനത്ത് നേതൃത്വമില്ല, പുറത്തുള്ള വോട്ടുകളില്ലെങ്കിൽ 3ാം വട്ടവും പ്രതിപക്ഷത്ത്, പാർട്ടിക്ക് വേണ്ടെങ്കിൽ തനിക്ക് വേറെ വഴി. അഭിമുഖം ഇംഗ്ലീഷ് മാധ്യമത്തിൽ. നിരാശ വർക്കേഴ്സ് എന്നുള്ള തലക്കെട്ടോടുകൂടി ഒരു കാർട്ടൂൺ നൽകിയിട്ടുണ്ട്. കവുങ്ങിൽ നിന്ന് മറ്റു കവുങ്ങിലേക്ക് ചാഞ്ഞിയാടുന്ന ശശി തരൂർ, ഒപ്പം ഓരോ കവുങ്ങിലേക്ക് ഒപ്പം നേതാക്കന്മാർ കവുങ്ങിൽ തൂങ്ങി നിൽക്കുന്ന ചിത്രവും. അത്തരത്തിൽ രസകരമായൊരു കാർട്ടൂൺ കൂടി അതിനുള്ളിൽ നൽകിയിട്ടുണ്ട്. അതിന് തൊട്ട് ഇടത് ഭാഗത്തായി കാട്ടാനക്കലി, ആറളത്ത് ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ടു, ചവിട്ടി അരച്ചു 2 ജീവൻ കൂടി എന്നുള്ളതാണ് വാർത്തയുടെ തലക്കെട്ട്. ആദിവാസികളെ താമസിപ്പിച്ചെടുത്ത് ആന വിളയാട്ടം എന്നുള്ള തലക്കെട്ടോടുകൂടി മാപ്പ് സഹിതം ആ വാർത്തയുടെ വിശദവിവരങ്ങൾ നൽകുന്നുണ്ട്. ഒപ്പം 2 പേരുടെയും ചിത്രമുണ്ട്. നഷ്ടപരിഹാരം 20 ലക്ഷം മന്ത്രി എന്ന് ആറളത്ത്. മരണപ്പെട്ടുപോയ ഇരുവരുടെയും കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒപ്പം മാർപ്പാപ്പയുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ള വാർത്തയ്ക്ക് വലതുഭാഗത്ത് ചെറിയ പ്രാധാന്യമുണ്ട്. വൃക്കയുടെ പ്രവർത്തനം തകരാറിലാണ് എന്ന് പ്രത്യേകമായി ചെറുതലക്കെട്ടായി നൽകിയിട്ടുണ്ട്. അതിന് വലതുഭാഗത്തായി നിയമനം കേരള PSC ഒന്നാമതെന്ന അവകാശവാദം, നിയമനക്കണക്കിലും സർക്കാർ ഒളിച്ചുകളി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സർക്കാർ നിയമനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണെന്ന സംസ്ഥാന സർക്കാരിൻ്റെ പ്രചാരണം വസ്തുതകൾ മറച്ചുവെച്ച് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തയ്യാറാക്കിയ വാർഷിക റിപ്പോർട്ടിലെ കണക്കാണ് അവകാശവാദം ഉന്നയിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിയും അടിക്കടി ഉദ്ധരിക്കുന്നത്. നിയമസഭയിലും പലവട്ടം ഈ കണക്ക് ആവർത്തിച്ചു. എന്നാൽ വിവിധ സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനുകളിൽ നടത്തിയ നിയമനത്തിൻ്റെ കണക്ക് മാത്രമാണ് UPSCയുടെ റിപ്പോർട്ടിലുള്ളതെന്ന് സർക്കാർ സൗകര്യപൂർവ്വം മറച്ചുവെക്കുന്നു. ആ വാർത്തയുടെ താഴെയായി തെലങ്കാന തുരങ്കാപകടം, കുടുങ്ങിക്കിടക്കുന്നവർക്ക് തൊട്ടരികെ രക്ഷാസംഘം, പ്രതിസന്ധി സൃഷ്ടിച്ചത് വെള്ളക്കെട്ടും ചെളിയും. അതായത് തെലങ്കാനയിലെ നാഗർ കർണൂലിൽ ശ്രീശൈലം ഇടതുകര കനാൽ പ്രോജക്ടിൻ്റെ തുരങ്ക നിർമ്മാണത്തിനിടെ മണ്ണിടഞ്ഞ് 8 പേർ കുടുങ്ങിയ സംഭവത്തിൽ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുന്നു. തുരങ്കമുഖത്ത് നിന്ന് 13.5 കിലോമീറ്റർ ഉള്ളിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തിയെന്ന് നാഗർ കർണൂൽ ജില്ലാ കളക്ടർ B സന്തോഷ് അറിയിച്ചു. വലതുഭാഗത്തായി അതിൻ്റെ കൂടുതൽ കാർട്ടൂൺ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്, സ്കെച്ച് നൽകിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് 138 അംഗങ്ങൾ, സൈനികർ 24 പേർ, തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നത് 14 കിലോമീറ്റർ അകലെ, രക്ഷാപ്രവർത്തകർക്ക് എത്താനായത് 13.5 കിലോമീറ്റർ വരെ എന്നുള്ളതാണ് ആ വാർത്തയുടെയൊക്കെ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ മറ്റ് വിശദ വിവരങ്ങൾ. സംസ്ഥാന മാധ്യമ പുരസ്കാരം 5 എണ്ണം മനോരമയ്ക്ക്. CK ശിവാനന്ദൻ, ബൈജു പൗലോസ്, മനോജ് ചേമഞ്ചേരി, ജസ്റ്റീന തോമസ്, N ബിനോജ് എന്നുള്ളവർക്കാണ് പുരസ്കാരം. അവരുടെ ചിത്രവും ഒപ്പം നൽകിയിട്ടുണ്ട്. അതിൻ്റെ വലതുഭാഗത്തായി കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ മോദി സർക്കാർ ഫാഷിസ്റ്റ് അല്ലെന്ന നിലപാട് CPMന് തിരുത്തേണ്ടി വരുമെന്ന് ബിനോയ് വിശ്വം. ഫാസിസ്റ്റ് നിർവചനം തിരുത്തിയാൽ പോരെ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ഇനിയും പ്രതിപക്ഷത്തിരിക്കും, കോൺഗ്രസിന് തന്നെ വേണ്ടെങ്കിൽ മുന്നിൽ മറ്റു വഴിയുണ്ട്, സർക്കാർ നല്ലത് ചെയ്യുമ്പോൾ അഭിനന്ദിക്കും, കേരളത്തിൽ കോൺഗ്രസിന് നേതാവിൻ്റെ അഭാവമുണ്ട് എന്നുള്ളതാണ് ദേശാഭിമാനി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ശശി തരൂരുമായി ബന്ധപ്പെട്ട വാർത്ത. അതിന് തൊട്ടു താഴെയായി വിവരമില്ലായ്മയ്ക്ക് കുടപിടിച്ച ദേശീയ ദിനപത്രം, അതെങ്ങനെ രഹസ്യരേഖയാകും മാതൃഭൂമി എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. അതായത് ചിന്ത പ്രസിദ്ധീകരിച്ച ജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടിയ കരട് രാഷ്ട്രീയ പ്രമേയം, കേരളത്തിലെ 2ാമത്തെ ദിനപത്രത്തിന് രഹസ്യരേഖ. ഒന്നുകിൽ വിവരമില്ലായ്മ, അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ CPIM വെള്ളം ചേർക്കുന്നുവെന്ന മൗദൂദികളുടെ കുഴലൂത്തുള്ള ഓശാന. ഇതിലേതെന്ന് മാത്രമേ മാതൃഭൂമി ഇനി വെളിപ്പെടുത്തേണ്ടതുള്ളൂ. അതിന് വലതുഭാഗത്തായി കേരളവും ഇന്ത്യയിലാണ്, കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഉപരോധം നാളെ. രാജ്ഭവനും ജില്ലകളിൽ കേന്ദ്ര സർക്കാർ ഓഫീസും ഉപരോധിക്കും. വയനാട്ടിൽ മാർച്ച് 4-ന്. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ചൊവ്വാഴ്ച ലക്ഷങ്ങൾ കേന്ദ്ര സർക്കാർ ഓഫീസുകൾ ഉപരോധിക്കും. തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്കും വയനാട് ഒഴികെയുള്ള ജില്ലകളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കുമാണ് മാർച്ച്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കാൻ ദുരന്തബാധിതർ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്നതിനായി വയനാട്ടിൽ മാർച്ച് 4-ന് ഉപരോധം. അതിന് തൊട്ടു താഴെയായി ആഗോള നിക്ഷേപണ സംഗമം, വ്യവസായങ്ങൾ സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കും. താല്പര്യമുള്ളവരുടെ വിലയിരുത്തൽ 2 ആഴ്ചയ്ക്കുള്ളിൽ. ഉടൻ തുടങ്ങാൻ കഴിയുന്നവ, നിശ്ചിത സമയത്തിനുള്ളിൽ തുടങ്ങാൻ പറ്റാവുന്നവ എന്നിങ്ങനെ പദ്ധതികളെ തരംതിരിക്കും.
പദ്ധതികളുടെ പുരോഗതി ഡാഷ്ബോർഡ് വഴി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കും. അനുമതി വേഗത്തിലാക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമിതി. അതിന് ഇടതുഭാഗത്തായി ഇന്ത്യ ശ്രമിക്കുന്നു എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ദേശാഭിമാനി. അതിന് താഴെയായി കരാർ ലംഘിച്ച് ഇസ്രായേൽ പലസ്തീൻകാരെ മോചിപ്പിച്ചില്ല. ഗാസയിലെ വംശഹത്യയ്ക്ക് താൽക്കാലിക വിരാമമിട്ട് വെടിനിർത്തൽ കരാർ അട്ടിമറിച്ച പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാൻ വിസമ്മതിച്ച് ഇസ്രായേൽ. ഹമാസ് ശനിയാഴ്ച 6 ബന്ദികളെ കൂടി കൈമാറി. ഇതിനു പകരമായി 620 പലസ്തീൻകാരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുമെന്ന നിലപാടിൽ നിന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അവസാന നിമിഷം പിന്മാറിയത്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ വന്യജീവി സംരക്ഷണത്തിന്റെ പ്രതിജ്ഞാബദ്ധമെന്ന മൻ കി ബാത്തിൽ അയ്യപ്പസ്വാമിയെയും പുലികളെയും പരാമർശിച്ച പ്രധാനമന്ത്രി എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. ഒപ്പം ചൂരൽമല ദുരിതബാധിതർക്ക് കുടിൽക്കെട്ടി പിണറായി സർക്കാരിന് താക്കീതായി സമരം എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. അതിന് വലതുഭാഗത്തായി ആറളം ഫാമിൽ ദമ്പതികളെ കാട്ടാൻ ചവിട്ടിക്കുന്നു എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. തരൂരിൻ്റെ മുന്നറിയിപ്പ് കോൺഗ്രസിന് വേണ്ടെങ്കിൽ മറ്റു വഴികളുണ്ടെന്നത് താഴെയായി ചെറിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട് ജന്മഭൂമി. ആശാ വർക്കർമാർ പൂർണ്ണ നിസ്സഹകരണത്തിലേക്ക് സേവനങ്ങളെല്ലാം നിർത്തി എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ഒപ്പം ചിത്രവും നൽകുന്നുണ്ട്. അതിനോടൊപ്പം കോഹ്ലിയുടെ സെഞ്ചുറിയിൽ പാകിസ്ഥാനെ തകർത്തു എന്ന തലക്കെട്ടോടുകൂടി കോഹ്ലി സെഞ്ചുറി അടിച്ചു നിൽക്കുന്ന ചിത്രവും നൽകി ജന്മഭൂമി വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ചിത്രത്തിന്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ തുറന്ന യുദ്ധം എന്ന തലക്കെട്ടോടുകൂടി ശശി തരൂരും കോൺഗ്രസും തമ്മിലുള്ള വിഷയം വലിയ പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട് മാതൃഭൂമി. അതിന് തൊട്ടുമുകളിലായ ആനക്കലി വീണ്ടും പൊലിഞ്ഞ് 2 ജീവൻ എന്ന തലക്കെട്ടോടുകൂടി വെള്ളി ലീല എന്ന 2 ആദിവാസി ദമ്പതികളെ ചവിട്ടിക്കൊന്ന വാർത്തയ്ക്ക് ചവിട്ടിക്കൊന്ന വലിയ പ്രാധാന്യം നൽകുന്നു മാതൃഭൂമി. ഇടതുഭാഗത്തായ അനായാസം ഇന്ത്യ എന്ന തലക്കെട്ടോടുകൂടി പാകിസ്ഥാനെ മലർത്തിയടിച്ച് ഇന്ത്യയുടെ ക്രിക്കറ്റ് താരമായ കോഹ്ലിയുടെയും ശ്രേയസ് അയ്യരുടെയും ചിത്രം നൽകുന്നുണ്ട് മാതൃഭൂമി. വലതുഭാഗത്തായ നിലയ്ക്കാത്ത യുദ്ധം സമാധാനം അകലെ, വി ഡിസർവ് അവർ ചൈൽഡ്ഹുഡ് ആൻഡ് ടോയ്സ് നോട്ട് ട്രെൻസസ് എന്നുള്ള പ്ലക്കാർഡ് പിടിച്ച് റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിൻ്റെ 3ാം വർഷത്തിൻ്റെ ഭാഗമായ റൊമാനിയയിലെ ബുക്കാറസ്റ്റിലുള്ള യുക്രൈൻകാർ ഞായറാഴ്ച നടത്തിയ അനുസ്മരണത്തിൽ നിന്ന് യുദ്ധം തുടങ്ങിയിട്ട് തിങ്കളാഴ്ച 3 വർഷം തികയുന്നു. ആ അനുസ്മരണത്തിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട് മാതൃഭൂമിയിൽ. വലതുഭാഗത്തായി CPM രേഖ ചൂടുപിടിച്ച് ഫാസിസ്റ്റ് വ്യാഖ്യാനം എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. അതിന് താഴെയായി എൻ ജി കോളേജിലെ മിസോറാം വിദ്യാർത്ഥി സഹപാഠിയുടെ കുത്തേറ്റ് മരിച്ചു എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. നഗരൂർ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ മിസോറാം സ്വദേശികളായ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെ കുത്തേറ്റ് വിദ്യാർത്ഥി മരിച്ചു. ശനിയാഴ്ച രാത്രി നെടുമ്പ്രയിൽ വെച്ചുണ്ടായ സംഘർഷത്തിൽ 4ാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ വാലന്റൈൻ VL ചെന്ന ഹറാഹ്സൽ ആണ് മരിച്ചത്. മാർപ്പാപ്പയുടെ നില ഗുരുതരമെന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് മാതൃഭൂമി. കാകദർശി എന്ന കാർട്ടൂൺ പരമ്പരയിൽ ശശി തരൂർ അതിരുവിടരുത് 4 തവണ ഫോണിൽ വിളിച്ചിട്ടും കിട്ടിയില്ല കെ സുധാകരൻ. നിങ്ങൾ ഉപദേശം നൽകാനായി വിളിക്കുന്നയാൾ പരിധിക്ക് പുറത്താണെന്നുള്ളതാണ് കാർട്ടൂണിൻ്റെ തലക്കെട്ട്. നാളത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.